കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം അദ്ദേഹത്തിന്റെ കാലത്ത് ആണ് കഴിഞ്ഞ മാർച്ചിൽ ഈ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തേക്കുന്നത്. അന്ന് ഇക്കാര്യം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ലാന്ന്. അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല. കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയനെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രശാന്തിലേക്ക് അന്വേഷണം എത്തണം, പ്രശാന്തിലേക്ക് എത്തണം, വാസവനിലേക്ക് എത്തണം. ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല. ഇത് കൊള്ളയാണ്. ഭക്തരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച കൊള്ളയാണ്. ഈ സത്യം പുറത്തു വന്നേ മതിയാവും. ഇത്തരം ഫയലുകളൊന്നും മുന്നിലേക്ക് വരില്ലെന്നാണ് കടകംപള്ളി പറയുന്നത്. പക്ഷെ വന്നു എന്നാണല്ലോ പത്മകുമാർ പറയുന്നത്. പത്മകുമാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു വന്നു. അത് പിന്നെ അതിന് മേലെ ഒരു തെളിവുണ്ടോ? പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ. ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. ഇവിടെ ഒരു സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ, അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലും അതിയൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് വിമർശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വഞ്ചിയൂർ വാർഡിൽ UDFന് മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി നടക്കുമ്പോൾ അദ്ദേഹത്തിനെയും അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ അനുയായികൾ, വഞ്ചിയൂർ ബാബുവിൻ്റെ അനുയായികൾ, അതായത് ഇപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ പുതിയ പേരുണ്ട് ശങ്കരൻകുട്ടി നായരെന്ന്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി നായരായി. അത് ഞാനൊക്കെ ബാബു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ഞങ്ങളടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവീണിനെ മാത്രമല്ല തല്ലിയത്, ഞങ്ങളുടെ ഏജൻറ്റുമാരെയും തല്ലി. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരധികവും ഞങ്ങളുടെ വിമർശകരാണ് പലരും. പക്ഷെ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം പ്രസ് ക്ലബിലേക്കൊക്കെ ജയിച്ചത് ഇടതുപക്ഷ പാനലിലാണ്. അദ്ദേഹത്തിന് പോലും തല്ലുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ കേരളത്തിലും പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവരം ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല.